കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 7 തിരുവചനം. നിനക്കെന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ മറ്റെന്താണ് നിനക്കുള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന് നീ എന്തിന് അഹങ്കരിക്കണം? യേശുവിൽ പ്രിയരെ, ഇന്ന് ഈ ലോക ജനതയുടെ മുമ്പിൽ വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് രക്ഷയുടെ വഴികളിൽ അവന് തടസ്സമായി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൂല പാപമാണ് അഹങ്കാരം എന്നത്. അഹങ്കാരം നമ്മെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്നു. ഉപാധ്യായയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-4 തിരുവചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. പാറയിടുക്കുകളുടെ ഇടയിൽ വസിക്കുന്നവളും ഉന്നത തലങ്ങളിലേക്ക് ഉയർന്നവളുമായ നിൻ്റെ അഹങ്കാരം നിന്നെ താഴെ ഇറക്കും. നീ കഴുകനെപ്പോലെ ചിറകടിച്ചുയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും നിന്നെ ഞാൻ താഴെ ഇറക്കും. അഹങ്കാരം ഒരു മനുഷ്യനെ ഉന്നതങ്ങളിൽ നിന്ന് താഴേക്ക് തള്ളിയിടും എന്ന സത്യം നമ്മൾ അറിയണം. നമുക്കറിയാമല്ലോ, ഈ ലോകത്തിൽ സാത്താൻ ഉണ്ടായത് തന്നെ അഹങ്കാരത്തിൻ്റെ ഫലമായിട്ടാണ്. ദൈവമായ കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ ചാരെ നിരന്തരം സ്തുതികീർത്തനങ്ങൾ ഉയർത്തി അവിടുത്തെ മഹത്വത്തെ ഉദ്ഘോഷിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വിഭാഗമാണ് മാലാഖവൃന്ദം എന്ന് പറയുന്നത്. യെശയ്യായുടെ പ്രവചന ഗ്രന്ഥം 6-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. ഉസിയ രാജാവ് മരിച്ച വർഷം ദൈവം മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നതിൻ്റെ ദർശനം യെശയ്യായ്ക്ക് ലഭിച്ചു. ആ ദർശനത്തിൽ അവൻ കണ്ടതാണ്, പിതാവ് സ്വർഗീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. അവിടുത്തെ മുമ്പിൽ കെരൂബുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകളുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മറച്ചു, 2 കൊണ്ട് പാദങ്ങളും, 2 പറക്കാൻ ഉപയോഗിച്ചു. അപ്പോൾ പരസ്പരം ഉദ്ഘോഷിച്ചു, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ. സഹോദരങ്ങളെ, ഇത്തരത്തിൽ പ്രകാശത്തിൻ്റെ കേന്ദ്രമായ ദൈവത്തെ അനവരതം സ്തുതികീർത്തനങ്ങൾ ഉയർത്തി ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നവനാണ് ലൂസിഫർ. അവൻ്റെ പേര് തന്നെ ഉദയനക്ഷത്രമെന്നാണ്. പ്രകാശം തന്നെയായ ദൈവത്തിൻ്റെ പ്രകാശത്തെ പ്രസരിപ്പിക്കുന്ന പ്രസരണ മാധ്യമമായിരുന്നു യഥാർത്ഥത്തിൽ മാലാഖവൃന്ദവും അതിൻ്റെ തലവനായിരുന്ന, അല്ലെങ്കിൽ സ്വർഗീയ ഗായക സംഘത്തിൻ്റെ തലവനായിരുന്ന ലൂസിഫറും. പക്ഷെ അവൻ അഹങ്കാരത്തിലേക്ക് വളർന്നു വന്നപ്പോൾ, ദൈവത്തോടൊപ്പമാകാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ നിബദിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. യെശയ്യായുടെ പ്രവചന ഗ്രന്ഥം 14-ാം അധ്യായത്തിൻ്റെ 12 മുതൽ വചനങ്ങൾ നാം അത് വായിക്കുന്നുണ്ട്. ഉഷസ്സിൻ്റെ ശോഭയായ ഉദയനക്ഷത്രമേ, നീ എന്തുകൊണ്ട് നിബദിച്ചു?
ഉന്നതങ്ങളിലായിരുന്ന നീ എങ്ങനെ നിബദിച്ചു അന്ധകാരത്തിലേക്ക് വന്നു? ഇതാ പാപാന്ധകാരത്തിൻ്റെ പടുകുഴിയിലേക്ക് മാലാഖയെ തള്ളിയിട്ട് സാത്താനാക്കി രൂപാന്തരപ്പെടുത്തത് അവൻ്റെ അഹങ്കാരമാണെങ്കിൽ ദൈവജനത്തിൻ്റെ ഉള്ളിലേക്ക് ഈ അഹങ്കാരത്തിൻ്റെ വിത്ത് അവൻ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വ്യക്തമായി ഇവിടെ രേഖപ്പെട്ടത്, നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന് നീ എന്തിന് അഹങ്കരിക്കണം? ഇന്ന് ധനസമ്പാദനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റു ലൗകിക തരത്തിലുള്ള ഔന്നത്യങ്ങളുടെയും ഒക്കെ പേരിൽ അഹങ്കരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഒരു കാര്യം നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല എന്ന് നമുക്ക് തിരിച്ചറിയും. ഈ ലോക ജീവിതത്തിൽ നമുക്ക് സ്വന്തമായി ഒന്നേ ഉള്ളൂ, അത് നമ്മുടെ പാപം മാത്രമാണ്. പാപം മാത്രമേ നാം സ്വന്തം ഇച്ഛയ്ക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവയെല്ലാം ദാനമാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. നമ്മുടെ ജീവൻ പോലും ദാനമാണ്, നമ്മുടെ ശരീരം ദാനമാണ്, നമ്മുടെ സൗന്ദര്യം ദാനമാണ്, നമ്മുടെ വിദ്യാഭ്യാസം ദാനമാണ്, നമ്മുടെ ലൗകിക സമ്പത്ത് ദാനമാണ്, നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് സ്വന്തമെന്ന് കരുതി നാം അനുഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സ്നേഹവാനായ സ്വർഗപിതാവ് തൻ്റെ അനന്തകരുണയാൽ നമുക്ക് ദാനമായി ഭിക്ഷയായി നൽകിയതാണ്. ഇതിനപ്പുറത്തൊന്നും സ്വന്തമല്ലാത്തവൻ, ഇതെല്ലാം എൻ്റെ സ്വന്തമാണ്, എൻ്റെ മിടുക്കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് സഹജീവിയുടെ ആവശ്യങ്ങളിൽ അവനെ പരിഗണിക്കാൻ പറ്റാതെ എല്ലാം സ്വന്തമായി അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരെ തിരസ്കരിക്കുന്ന ധിക്കാരത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 5:2 നാം ഇങ്ങനെ കാണുകയാണ്, സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയ അഭിലാഷങ്ങൾക്കൊത്ത് നീ ജീവിക്കരുത്. നമ്മുടെ കഴിവിൽ ആശ്രയിച്ച് നാം ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിച്ചാൽ നമ്മെ നാശത്തിലേക്ക് നയിക്കും. ഈ ലോകത്തിലുള്ള നമ്മുടെ സകല കഴിവുകളും ദൈവം നൽകിയതാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവാർഡുകൾ പോലും ലഭ്യമാകുന്നതിൽ അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. കാരണം ഒരു വ്യക്തിയും തൻ്റെ ഒരു കർത്തവ്യവും സ്വന്തം കഴിവുകൊണ്ട് നിർവഹിക്കുന്നില്ല. എല്ലാം ദൈവം അവന് കൊടുത്ത കഴിവുകൾ കൊണ്ടാണ്. ദൈവദാനമായ കഴിവുപയോഗിച്ച് ദൈവഹിതപ്രകാരം പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ട, ക്ഷണിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട ദൈവജനം ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ അവൻ്റെ അഹങ്കാരം അവനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോഴാണ് നാം ദൈവമക്കളായി ദൈവപുത്ര പദവിയിലേക്ക് ഉയർത്തപ്പെടുക. നമുക്കറിയാം, ദൈവത്തെ ധിക്കരിക്കുന്നവൻ അഹങ്കാരിയാണെന്ന് കാണാൻ കഴിയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 12 വചനം, അഹങ്കാരം ആരംഭിക്കുമ്പോൾ തന്നെ ഒരുവൻ കർത്താവിൽ നിന്ന് അകലുന്നു, ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിക്കുന്നു, അഹങ്കാരത്തോടൊപ്പം പാപവും ഉടലെടുക്കുന്നു. അവൻ സ്രഷ്ടാവിനെ പരിത്യജിക്കുകയാണ്. നിന്നെ സൃഷ്ടിച്ച നിൻ്റെ പിതാവിനെ നീ തള്ളിക്കളയുന്നു. നമ്മളിവിടെ ജനിച്ചത് നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്കല്ല, നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല നാം ഇവിടെ ജനിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇച്ഛയാൽ മാതാപിതാക്കളെ ശാരീരിക ബന്ധത്തിൽ അധിഷ്ഠിതമായ ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിലൂടെ ജഡത്തിൽ ഉരുവാക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദാമ്പത്യ ധർമ്മത്തിലൂടെ തന്നെ എല്ലാവരും ജനിച്ചുകൊള്ളണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഈ നാട്ടിൽ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. എത്രയോ ഭാര്യാഭർത്താക്കന്മാർക്ക് കുഞ്ഞുങ്ങളില്ല എന്ന സത്യം നമ്മൾ അറിയണം. കാരണം അവരിലൂടെ ഒരു മനുഷ്യ പുനഃസൃഷ്ടി കർമ്മത്തിനുള്ള വരം ദൈവം നൽകിയിട്ടുണ്ടാവുകയില്ല. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ ശാന്തമായി കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വരം നേടിയെടുക്കാൻ പരിശ്രമിക്കുക എന്നതിനപ്പുറത്ത് ലഭ്യമായ കുഞ്ഞുങ്ങളുടെ ഔന്നത്യത്തെ ഓർത്ത് നാം അഹങ്കരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അവരെയും നമ്മുടെ അഹങ്കാരം പഠിപ്പിച്ചു വളർത്തുകയാണ്. അതുകൊണ്ട് തന്നെ പല കുഞ്ഞുങ്ങളും ദൈവത്തെ വിട്ടകന്ന് സ്വന്തം വഴിതേടി പോവുകയാണ്. അങ്ങനെ സ്വന്തം വഴിതേടിയുള്ള അലച്ചിൽ അത് നാശത്തിലേക്കുള്ള യാത്രയാണ് എന്നോർത്തുകൊള്ളുക. നമുക്കറിയാമല്ലോ, യെശയ്യായുടെ പ്രവചന ഗ്രന്ഥം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വചനത്തിൽ നമ്മൾ പറയുന്നുണ്ട്, നാം ഇങ്ങനെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരും താങ്കളുടെ വഴികൾ തേടി അവരുടെ ആത്മാക്കൾ അവരുടെ മ്ലേച്ഛതയിൽ ആനന്ദിക്കുന്നു. ഓരോരുത്തരും സ്വന്തം വഴിയെ സഞ്ചരിക്കുകയാണ്. ദൈവം കാണിച്ചു തരുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം നൽകിയ കൃപകളെ അനുസ്മരിച്ചുകൊണ്ട് നിരന്തരം അവിടത്തേക്ക് സ്തുതികീർത്തനങ്ങൾ ഉയർത്തുവാൻ ഒരുപക്ഷെ നമ്മൾ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നാം അഹങ്കാരത്തിലാണ്. ചില ആളുകൾ ആത്മീയ തരത്തിൽ അഹന്തയുള്ളവരായിട്ട് മാറുന്ന കാണാം. ഒരു ഫരിസേയനും ചുങ്കക്കാരനും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതാ ഈ പാവപ്പെട്ട ചുങ്കക്കാരൻ
ദേവാലയത്തിന് പുറത്തുനിന്നുകൊണ്ട് അവിടെ പ്രവേശിക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ല എന്ന് ഏറ്റുപറയുകയാണ്. അപ്പോൾ ഫരിസേയൻ എന്താ പറയുക? നിയമത്തിൻ്റെ നൂലാമാലകളുടെ ആഴങ്ങളിലേക്ക് ഊട്ടിയിട്ടിറങ്ങിപ്പോയി നിയമങ്ങളെല്ലാം അതേപടി അനുസരിക്കുന്നൊരു വ്യക്തിയെന്ന് ആത്മീയതയുടെ അഹന്തതയിൽ ആത്മീയ അഹന്ത ബാധിച്ച് അവൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പിതാവേ, ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയൊന്നുമല്ല. ഞാൻ ദിവസത്തിൽ പലവട്ടം ഉപവസിക്കുന്നു, ഞാൻ ദാനധർമ്മം ചെയ്യുന്നു. ഇതൊക്കെ ദൈവസന്നിധിയിൽ വിളിച്ച് ഉദ്ഘോഷിക്കുകയാണ്. സത്യത്തിൽ അവൻ എവിടെ നിന്നാണ് ദാനധർമ്മം ചെയ്യാൻ കഴിഞ്ഞത്? അവന് ഉപവസിക്കാനുള്ള ആരോഗ്യം ലഭിച്ചത് എവിടെ നിന്നാണ്? ഈ സത്യം അവൻ അറിയുന്നില്ല. എന്നാൽ എളിമയുള്ള പാപിയുടെ പ്രാർത്ഥന, ഈ പാവപ്പെട്ട ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന, അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ അഹങ്കാരം വെടിഞ്ഞ് യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ അനന്ത മഹത്വത്തെ നിരന്തരം ഉദ്ഘോഷിക്കുന്ന, അവിടത്തേക്ക് ആരാധന അർപ്പിക്കുന്ന എളിമയുള്ളൊരു ജനവിഭാഗമായി നമ്മൾ രൂപാന്തരപ്പെടും. നമുക്കറിയാമല്ലോ, ആരാധന എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം ദൈവത്തിന് അർപ്പിക്കുന്ന ഒരവസ്ഥയാണ്. എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. റോമാലേഖനത്തിൻ്റെ 12:1 നാം ഇങ്ങനെ കാണുന്നു, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സ്വീകാര്യമായ സജീവ ബലിയായി സമർപ്പിക്കുക. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സ്വീകാര്യമായി സജീവ ബലിയായി സമർപ്പിക്കുക. അതായിരിക്കട്ടെ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആരാധന. നിങ്ങളുടെ ശരീരം ഒരുപക്ഷെ ബലമുള്ളതായിരിക്കാം, ആ ശരീരത്തിൽ ഒത്തിരി ശേഷിയുണ്ടായിരിക്കാം, കഴിവുണ്ടായേക്കാം. പക്ഷേ ഇത് സഹജീവിക്ക് വേദനയുളവാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാനുള്ളതല്ല. നിങ്ങളുടെ ജഡത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കാനുള്ളതാണ്. അത് ബലിയായി മാറട്ടെ. ബലി എന്ന വാക്കിൻ്റെ അർത്ഥം അത് ഉപേക്ഷിക്കപ്പെടുക, അസാസിനേറ്റ് ചെയ്യപ്പെടുക, വധിക്കപ്പെടുക എന്നൊക്കെയാണ്. കാരണം ആ ശരീരം എൻ്റേതല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ എൻ്റെ സ്വേച്ഛയ്ക്ക് അനുസൃതമായി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് ദൈവഹിതാനുസരണം പ്രവർത്തിക്കാനുള്ളതാണ്. അതിനാൽ ശരീരത്തെ ദൈവത്തിന് സ്വീകാര്യമായ സജീവ ബലിയായി സമർപ്പിക്കുമ്പോൾ അതൊരു ആരാധനയായി ദൈവം പരിഗണിക്കുകയാണ്. ആരാധിക്കാൻ കഴിയാത്തവനൊക്കെ ദൈവത്തെ ധിക്കരിക്കുന്നവരാണ്. ധാരാളം നിരീശ്വരവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ നിരീശ്വരവാദികളെക്കുറിച്ച് ദൈവം പറയുന്നത് അവർ ഭോഷന്മാരാണെന്നാണ്. സങ്കീർത്തനം 14:1 ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവം ഇല്ല എന്ന് മൂഢനാണ് പറയുക. ദൈവമുണ്ട് എന്ന് പറയുന്ന വ്യക്തി അവൻ വിശുദ്ധനായൊരു മനുഷ്യനാണ്, അവൻ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്. ദൈവമില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അവനൊരു മൂഢനാണ്. കാരണം അവൻ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നില്ല, അവൻ ജ്ഞാനത്തെ കണ്ടറിഞ്ഞിട്ടില്ല. ജ്ഞാനമുള്ളവൻ ദൈവത്തെ അംഗീകരിച്ചുകൊണ്ടേയിരിക്കും. ചില വലിയ വലിയ വൈദ്യശാസ്ത്രത്തിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് കടന്നുപോയ ചില വ്യക്തികളിൽ നിന്ന് ചിലപ്പോൾ കടന്നു വരുന്ന ചില വാക്കുകൾ കേട്ടാൽ നമുക്ക് തോന്നും ഇതൊക്കെ ഇവർ സ്വന്തമായി ഉണ്ടാക്കിയതാണെന്ന്. ഒരിക്കൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു ഡോക്ടർ പുരോഹിതൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ശുശ്രൂഷയ്ക്കിടയിൽ ഒരു തളർവാദ രോഗിയെ ദൈവം സുഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ പേരും പറഞ്ഞു. അങ്ങനെ തളർച്ച ബാധിച്ച ഒരുത്തൻ എഴുന്നേറ്റ് എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് കൈയുയർത്തി സാക്ഷ്യപ്പെടുത്തിയപ്പോൾ പുറകിലിരുന്നു കൊണ്ട് ഈ ഡോക്ടർ ചിരിച്ചു. അടുത്ത ആഴ്ച തന്നെ അവൻ എന്നെ കാണാൻ വരുന്നതാണ്. ഈ ഡോക്ടർ ചികിത്സിച്ചൊരു തളർവാദ രോഗിയാണിത്. അദ്ദേഹത്തിന് ചികിത്സയിൽ സൗഖ്യമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ മനസ്സിൽ അഹങ്കരിച്ചുകൊണ്ട് പറഞ്ഞു പുറകിൽ നിന്ന ആളോട്, ഇവൻ അടുത്ത ആഴ്ച എന്നെ കാണാൻ വരും. പക്ഷേ കാലങ്ങളധികം നീണ്ടുപോയില്ല. ഒരപകടത്തിൽപ്പെട്ട് ഈ ഡോക്ടർ ശരീരം തളർന്ന് ഈ ഒരവസ്ഥയിലേക്ക് പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, ദൈവം കൊടുത്ത സൗഖ്യത്തെ പോലും അംഗീകരിക്കാൻ പറ്റാത്ത, ബുദ്ധിയുടെ തലത്തിൽ തൻ്റെ പഠനത്തിൻ്റെ ബലത്തിൽ ദൈവത്തെ ധിക്കരിക്കുന്നത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് എന്ന് കാണാൻ കഴിയുന്നു. നമുക്കറിയാം, പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 18-ാം വചനത്തിൽ പറയുന്നു, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നീ എളിമയിലേക്ക് വരണം. അത് യേശുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. യേശുവിൻ്റെ സ്വഭാവം അത് എളിമയുടെ സ്വഭാവമാണ്. ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഓരോരുത്തരും മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠന്മാരായി കരുതണം. മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരായി കരുതണം. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഓരോരുത്തരും അവനവൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ.
യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങളും പരിഗണിക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്കറിയാമല്ലോ യേശു എന്താ ചെയ്തത്? അവിടുന്ന് ദൈവമായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവിടുന്ന് ദൈവമായിരുന്നിട്ടും അത് തിരുവചനം അടിവരയിടുന്നുണ്ട് യേശുവിൻ്റെ ദൈവത്വത്തെ. യോഹന്നാന്റെ സുവിശേഷം 1:18 നമ്മളിങ്ങനെ കാണുന്നു, ദൈവത്തെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ആരും ദൈവത്തെ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ മാത്രമേ അവിടുത്തെ കണ്ടിട്ടുള്ളൂ. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതൻ. ഈ തിരുവചനോടെ സ്ഥിരീകരിക്കുന്നു യേശു ദൈവം തന്നെയാണ്. അവിടുന്ന് ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായിട്ട് പരിഗണിച്ചില്ല. ആ സമാനത നിലനിർത്തേണ്ട ആ ഒരവസ്ഥ ഒരു വലിയ കാര്യമായിട്ട് പരിഗണിച്ചില്ല. എന്നിട്ട് എന്തു ചെയ്തു? അവിടുന്ന് ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ദൈവമായിരുന്നവൻ ഇതാ ദാസനായി വന്നിരിക്കുന്നു. ദാസൻ്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെയായി മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി എന്നാണ് പറയുക. ഈശോ തന്നെ താഴ്ത്തി. എന്തുകൊണ്ടാണ് അവിടുന്ന് താഴേക്ക് വന്നത്? എന്തുകൊണ്ടാണ് അവിടുന്ന് കാലിത്തൊഴുത്തിൽ പിറന്നത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. യേശുവിന് വേണമായിരുന്നെങ്കിൽ ബെത്ലഹേമിലെ അല്ലെങ്കിൽ ജെറുസലേമിലെ യഹൂദ പ്രദേശത്ത് ഏതെങ്കിലും ഒരു വലിയ രാജകൊട്ടാരത്തിൽ ജന്മം കൊള്ളാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈശോ വന്നത് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ പവിത്രോദരത്തിലാണ്. അവിടുന്ന് പിറന്നു വീണതാകട്ടെ ഒരു മണിമന്ദിരത്തിലല്ല, എന്നിട്ടൊരു ആശുപത്രിയിലല്ല, ഒരു സത്രത്തിൽ പോലുമല്ല. സത്രത്തിൽ പോലും ഇടം ലഭിക്കാതെ വന്നപ്പോൾ ഒരു കന്നുകാലിത്തൊഴുത്തിൽ വന്ന് പിറന്നു അവിടുന്ന്. എന്തായിരിക്കാം അതിൻ്റെ കാരണം? നമ്മളതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ബോധ്യപ്പെടുന്നൊരു കാര്യമുണ്ട്. യേശു അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ്. എല്ലാത്തിൻ്റെയും മുകളിലാണ്. എല്ലാ സൃഷ്ടിയുടെയും മൂല കാരണമാണ്. എല്ലാ സൃഷ്ടിയുടെയും അവകാശിയുമാണ്. സകല സമ്പത്തിൻ്റെയും ഉടയവനായവൻ. അവനിതാ സ്വർഗം വിട്ട് ഭൂമിയിലിറങ്ങിയത് എവിടെ? കന്നുകാലിത്തൊഴുത്തിൽ. പിറന്നു വീണാൻ ഇടമില്ലാതെ. എന്തായിരിക്കാം അതിന് കാരണം? ആ ഒരവസ്ഥയുള്ളൊരു മനുഷ്യനും ഈ ലോകത്തിലില്ല. പിറക്കാൻ കന്നുകാലിത്തൊഴുത്ത് തേടേണ്ടി വരുന്ന അവസ്ഥ ഈ ലോകത്ത് ആർക്കുമില്ല. ഒരുപക്ഷെ ഒരു കടത്തിണ്ണയിലെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലെങ്കിലും പിറന്നു വീഴാൻ അവസരമുണ്ട് ആർക്കും. ഏത് ദുർഘടാവസ്ഥയിൽപ്പെട്ടാലും പ്രസവ സമയമാവുമ്പോൾ സഹപ്രവർത്തകരുടെയോ സഹജീവികളുടെയോ മറ്റു മനുഷ്യരുടെയെങ്കിലും സഹായം ഉണ്ടാകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ ലോകരക്ഷകന്, ദൈവത്തിൻ്റെ പുത്രന്, സകല സമ്പത്തിൻ്റെയും ഉടയവന് ഭൂമിയിൽ വന്ന് പിറന്നു വീഴാൻ ഒരിടമുണ്ടായില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തിലുള്ളവരെല്ലാം ഈ രണ്ടവസ്ഥയുടെയും നടുവിലാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ താഴെയും കാലിത്തൊഴുത്തിൽ പിറന്നവന് മുകളിലുമായി മാറിയിരിക്കുന്നു. ഇതിന് മധ്യത്തിലാണ് സകല മനുഷ്യരും. അതായത് സകല മർത്യരെയും രക്ഷയിലേക്ക് കൊണ്ടുപോകുവാൻ പരമപരിശുദ്ധനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ ഇതാ ഭൂമിയിൽ വന്നിട്ട് കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നിരിക്കുന്നു. ഇത് വലിയൊരു അടയാളമാണ്. സകല ജനങ്ങളെയും അംഗീകരിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. സകലർക്കും രക്ഷ നൽകാനായി ഇതാ ഈശോ ഭൂമിയിൽ വന്നിരിക്കുന്നു. അതാണ് നമ്മുടെയുമൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ദൈവത്തെ അംഗീകരിക്കാൻ കഴിയുന്നവനാണ് എളിമയിലേക്ക് വരിക. അഹങ്കാരം വെറുത്തുപേക്ഷിക്കുമ്പോൾ നാം എളിമയിലേക്ക് വരും. നമ്മുടെയൊക്കെ ഹൃദയം കഠിനമായി മാറിയിരിക്കുന്നു. ചെയ്തുപോയ തിന്മകളെ ഓർത്ത് അനുദപിക്കാൻ പോലും തയ്യാറല്ലാത്ത തരത്തിൽ അഹങ്കാര ജടിലമായൊരു ജീവിതം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വർഗ്ഗലബ്ധി കരഗതമാക്കാൻ നമുക്ക് കഴിയുകയില്ല. അതിനാൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, കഠിനമായ എൻ്റെ ഹൃദയത്തെ അങ്ങ് എളിമയിലേക്ക്, മൃദുലതയിലേക്ക് നയിക്കണമേ. മനംനൊന്ത് കരയാൻ പറ്റണമെങ്കിൽ അവിടെ എളിമയുണ്ടാകണം. ഹൃദയകാഠിന്യം അവസാനിപ്പിച്ച് എളിമയുടെ തലത്തിലേക്ക് നാം വളർന്നു വരുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായി ഉയർത്തപ്പെടുകയാണ്. ഇവിടെ തിരുവചനം സ്ഥിരീകരിക്കുന്നു. യേശുവിനെക്കുറിച്ച് പറയുകയാണ്, അവൻ തന്നെ താഴ്ത്തി അനുസരണമുള്ളവനായി മാറി. അതിൻ്റെ ഫലമെന്തായി? ദൈവം അവനെ ഉയർത്തി. പിതാവ് അവനെ ഉയർത്തി. സകല നാമത്തിനും ഉപരിയായ നാമം അവന് നൽകുകയും ചെയ്തു. സർവ്വലോക രക്ഷയുടെയും കാരണമായി മാറിയ യേശു, ആ യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് നാം കടന്നു വരാം. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തെ നിരന്തരം സ്തുതിക്കാനാവും. ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നിരന്തരം സ്തുതിക്കാൻ അത് കാരണമായിട്ട് മാറും. നമുക്ക്
നാം ശ്രവിച്ച തിരുവചനങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഉയർത്താം. അഹങ്കാര ജടിലമായ ജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് എളിമയുടെ തലങ്ങളിലേക്ക് കടന്നു വരാം. ആഴമായ അനുതാപത്തിലൂടെ ദൈവപുത്ര പദവിയിലേക്ക് ഉയരുവാനുള്ള ഒരാഹ്വാനം ഈ തിരുവചനത്തിലൂടെ ദൈവം തരികയാണ്. സൃഷ്ടാവിനെ പരിത്യജിക്കുന്ന അഹങ്കാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് എഴുന്നള്ളി വന്ന് കഠിനമേറിയ എൻ്റെ ഹൃദയത്തെ അങ്ങ് രൂപാന്തരപ്പെടുത്തി മൃദുലതയുള്ള എളിമയുള്ള ഹൃദയം എനിക്ക് തരണമേ. അതിനായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ഏകമനസ്സോടെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, തിരുസന്നിധിയിൽ തിരുവചനം സേവിച്ച ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തെയും എടുത്തു മാറ്റുവാൻ അങ്ങ് എഴുന്നള്ളി വരണമേ. എളിമപ്പെടുത്തി അങ്ങയുടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. കഴിഞ്ഞകാല പാപജീവിതത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ആഴമായ അനുതാപവും തികഞ്ഞ പാപബോധവും യഥാർത്ഥത്തിലുള്ള മാനസാന്തര അനുഭവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആത്മം ദാഹിച്ചു കാത്തിരിപ്പു, നീരിനായി ദാഹിച്ചു ഭൂമി കീഴുമ്പോൾ നാഥ കീഴുന്നു ഞാനുമിതാ. നീരിനായി ദാഹിച്ചു ഭൂമി കീഴുമ്പോൾ നാഥ കീഴുന്നു ഞാനുമിതാ. ദൈവമേ നീ സ്വന്തം, ആത്മം ദാഹിച്ചു കാത്തിരിപ്പു. വാനിടെ വാഴ്ത്തി കാലമേറെ ദിവ്യശക്തികളന്യൂനം. വാനിടെ വാഴ്ത്തി കാലമേറെയും ദിവ്യശക്തികളന്യൂനം. സ്തോത്ര കീർത്തനം പാടിയാമങ്ങൾ ധ്യാന ലീനരച്ചിരുന്നു. സ്തോത്ര കീർത്തനം പാടിയാമങ്ങൾ ധ്യാനലീനരച്ചിരുന്നു. ദൈവമേ നീ എൻ സ്വന്തം, ആത്മം ദാഹിച്ചു കാത്തിരിപ്പു. ആലപിച്ചു ഞാൻ ആത്മനസ്വർഗീയ ഗേഹത്തിൽ. ആത്മഗീതികൾ ആലപിച്ചു ഞാൻ ആത്മനസ്വർഗീയ ഗേഹത്തിൽ. ആരാധിച്ചു ഞാനെൻ ആത്മാ
പൂജിക്കുന്നു. ദൈവമേ നീ എൻ സ്വന്തം, ആത്മം ദാഹിച്ചു കാത്തിരിപ്പു. നീരിനായി ദാഹിച്ചു ഭൂമി കീഴുമ്പോൾ നാഥ കീഴുന്നു ഞാനുമിതാ. നീരിനായി ദാഹിച്ചു ഭൂമി കീഴുമ്പോൾ നാഥ കീഴുന്നു ഞാനുമിതാ. ദൈവമേ നീ എൻ സ്വന്തം, ആത്മം ദാഹിച്ചു കാത്തിരിപ്പു. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം